നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അല്ലേ, ഐ ഐ ടീസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റിയുള്ള കുറച്ച് ടോപ്പിക്സും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഐ ഐ ടി ടിഹാൻ എന്ന ഓട്ടോണോമസ് നാവിഗേഷൻ ഫെസിലിറ്റി ആരംഭിച്ചത് എവിടെയാണ്? IIT അഹമ്മദാബാദാണ്. IIT അഹമ്മദാബാദിൽ ആദ്യമായിട്ട് ഓട്ടോണമസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, ആ ഒരു സർവകലാശാലയ്ക്കായിരിക്കും പരിപൂർണമായിട്ടുള്ള അധികാരം തൽക്കാലത്തേക്ക്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി, സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രിയും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഒരു നാവിഗേഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ നാവിഗേഷൻ സിസ്റ്റം കൊണ്ടുവന്നാൽ നമ്മുടെ GPS-നെയൊക്കെ മാറ്റിയിട്ട് ഇന്ത്യയുടെ തന്നെ ഓട്ടോണമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു പരിധിയിലുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏകദേശം 130 കോടി ഇൻവോൾവ് ചെയ്ത അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ടെക്നോളജിയും കൂടിയാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റവും കൂടിയാണ് എന്ത്, ടിഹാൻ എന്ന് പറഞ്ഞ ഓട്ടോണോമസ് നാവിഗേഷൻ ഫെസിലിറ്റി. ഇത് നമ്മുടെ IIT അഹമ്മദാബാദിലാണ് കൊണ്ടുവന്നത്. നമ്മുടെ മന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ IIT ക്യാമ്പസ് നിലവിൽ വരുന്നത് എവിടെയാണ്? ടാൻസാനിയയാണ്. സാൻസിബാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ടാൻസാനിയയിലാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഒരു IIT ക്യാമ്പസ് നിലവിൽ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ആദ്യമായിട്ട് ഒരു IIT ചെയർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നയിക്കാൻ പോകുന്നത് ഒരു വനിതയാണ്. പ്രീതി അകലയം എന്ന് പറഞ്ഞൊരു വനിതയാണ് ഈ ഒരു ക്യാമ്പസ് നയിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയുടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രീതി അകലയം ആദ്യമായിട്ട് ഒരു വനിത പുറത്തുള്ള ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നയിക്കാൻ പോകുന്ന ഒരു ആദ്യത്തെ ഒരു IIT ക്യാമ്പസും കൂടെയാണ് ഇവിടെ വരുന്നത്, ടാൻസാനിയയിൽ. ഇനി അടുത്തത് ടെൽവീവ് കൊളംബിയ യൂണിവേഴ്സിറ്റികളുമായിട്ട് ചേർന്ന് ജനിതക പഠനം ജനറ്റിക് സ്റ്റഡീസ് ആരംഭിച്ചത് ആരാണ്? IIT മദ്രാസാണ്. നമുക്കറിയാം, IIT മദ്രാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു IIT ആണേത്, IIT മദ്രാസ്. അപ്പം ടെൽവീവ് അഥവാ കൊളംബിയ യൂണിവേഴ്സിറ്റികളുമായിട്ട് ചേർന്ന് ജനിതക പഠനം അഥവാ ജനറ്റിക് സ്റ്റഡീസ് ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് അല്ലെങ്കിൽ IIT ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് IIT മദ്രാസ് ആണ്. ഈ IIT മദ്രാസ് ആണ് ഈ സാൻസിബാർ, നമ്മുടെ ടാൻസാനിയയിലെ സാൻസിബാറിലാണ് ആദ്യത്തെ IIT ക്യാമ്പസ് സ്ഥാപിച്ചതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥാപിച്ചത്. ഈ സാൻസിബാറിലുള്ള IIT ക്യാമ്പസ് സ്ഥാപിച്ച ഏത് IIT ആണ് ഇന്ത്യയിലത്? ഇന്ത്യയിലെ നമ്മുടെ IIT മദ്രാസ് ആണ് സാൻസിബാറിൽ ഈ ഒരു അല്ലെങ്കിൽ ടാൻസാനിയയിൽ ഈ ഒരു IIT ക്യാമ്പസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഒരു അലുമിനി ആയിട്ടുള്ള പ്രീതി അകലയം എന്ന് പറഞ്ഞൊരു വുമൺ ആണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഈ ഒരു പുറത്തുള്ള ഈ ഒരു IIT ക്യാമ്പസ് ചെയർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നയിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ടിഹാൻ എന്ന ഓട്ടോണമസ്, ആ ടിഹാൻ എന്ന് പറഞ്ഞ പേര് മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാവിഗേഷൻ സിസ്റ്റത്തിന് തന്നെ ഒരുപാട്, അതായത് നമ്മുടെ റീജിയണൽ ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റത്തിന് ഒരുപാട് മാറ്റം വരുത്താൻ പോകുന്നൊരു ടെക്നോളജിയാണ് എന്ത്, ടിഹാൻ. അപ്പം ടിഹാൻ എന്ന ഓട്ടോണമസ് നാവിഗേഷൻ ഫെസിലിറ്റി ആരംഭിച്ചത് ആരാണ്? IIT അഹമ്മദാബാദ്. ഇനി ഇന്ത്യക്ക് പുറത്തൊരു IIT ക്യാമ്പസ് ആദ്യമായിട്ട് നിലവിൽ വരുന്നത് ടാൻസാനിയാണ്, സ്ഥലം സാൻസിബാർ, ആഫ്രിക്കയാണ്. അത് നയിക്കുന്നത് ആരാണ്? പ്രീതി അകലയം എന്ന് പറഞ്ഞൊരു വുമൺ ആണ്. അതുപോലെ ടെൽവീവ് കൊളംബിയ യൂണിവേഴ്സിറ്റികളുമായിട്ട് ചേർന്നിട്ട് ജനറ്റിക് സ്റ്റഡീസ് ആരംഭിച്ച ആദ്യത്തെ IIT ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് IIT മദ്രാസ് ആണ്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോളിസെൻട്രിക് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് കൃത്രിമ കാൽമുട്ട് നിർമ്മിച്ചത് ആരാണ്? അതും ആര് തന്നെയാണ്? IIT മദ്രാസ്. അതായത് നമുക്കറിയാം, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു IITയും കൂടെയാണ് ഇത് IIT മദ്രാസ്. വളരെ എന്താ പറയുക, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. എല്ലാ IITസും നമുക്കറിയാം, ഇന്ത്യയിലുള്ള എല്ലാ IITസും ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റീസുമായിട്ട് ഒരു കിടപിടിക്കുന്ന ആ ഒരു
ടെക്നോളജീസ് അല്ലെങ്കിൽ എല്ലാം യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ IITs നമ്മുടെ അഭിമാനം തന്നെയാണ്. അതിൽ തന്നെ IIT മദ്രാസ് ഒരുപാട് ഇപ്പോൾ ഈ ഒരു 1-2 കൊല്ലം കൊണ്ട് ഒരുപാട് ടെക്നോളജീസിൽ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പോളിസാൻഡ്രിക് കൃത്രിമ കാൽമുട്ട് നിർമ്മിച്ചത് ഏതാണ്? IIT മദ്രാസ് ആണ്. ഓക്കെ, IIT മദ്രാസ്. IIT മദ്രാസിൻ്റെ മേൽനോട്ടത്തിൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് പൈ ബീം, ഓക്കെ, എന്താണ് പൈ ബീം പുറത്തിറക്കിയ ഇരുചക്ര വാഹനമാണ് എന്ത്? പീമോ. ഓക്കെ, പൈ ബീം എന്നുള്ളതിന് വെച്ചിട്ട് ആ ഒരു പേര് ഓർത്ത് വെച്ചാൽ മതി, പീമോ. അതായത് IIT മദ്രാസിൻ്റെ മേൽനോട്ടത്തിൽ സ്റ്റാർട്ടപ്പ്, പുതുതായിട്ട് തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളുണ്ടല്ലോ, പുതിയ ടെക്നോളജീസ്. ഓക്കെ, അപ്പോൾ ആ പുതിയ ടെക്നോളജിക്കലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിന് പൈ ബീം, ഓക്കെ, പൈ ബീം പുറത്തിറക്കിയ ഇരുചക്ര വാഹനം. ഓക്കെ, പൈ ബീം എന്ന് പറഞ്ഞ ടെക്നോളജിക്കൽ ഇന്നോവേറ്റീവ് ഹബ്ബ് പുറത്തിറക്കിയ ഇരുചക്ര വാഹനമാണ് എന്ത്? പീമോ. എന്താണ്? പീമോ. ഇന്ത്യ ഇസ്രായേൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇസ്രായേൽ ഒരുപാട് കാര്യങ്ങൾ, ഇസ്രായേലിൻ്റെ ടെക്നോളജി എത്രമാത്രം അഡ്വാൻസ്ഡ് ആണെന്നുള്ളത് നമുക്ക് മുമ്പ് തന്നെ അറിയാവുന്നതാണ് അല്ലേ. ഇന്ത്യ ഒരുപാട് ടെക്നോളജിക്കലി സഹകരിക്കുന്ന ഒരു രാജ്യവും കൂടിയാണ് ഇസ്രായേൽ. അപ്പോൾ ഇന്ത്യ ഇസ്രായേൽ സെൻറ്റർ ഫോർ വാട്ടർ ടെക്നോളജി സ്ഥാപിക്കുന്നത് എവിടെയാണ്? IIT മദ്രാസാണ്. അതായത് വാട്ടറിൻ്റെ ഗുണമേന്മ, ഉപഭോക്തൃ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ വാട്ടർ എവിടെയൊക്കെ ഉണ്ട്, ഭൂഗർഭജലം കുറയാതിരിക്കാനുള്ള ടെക്നോളജീസ്, അതേപോലെ തന്നെ ബോധവൽക്കരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇസ്രായേൽ സെൻറ്റർ ഫോർ വാട്ടർ ടെക്നോളജി സ്ഥാപിക്കുന്നത്. എവിടെയാണ്? IIT മദ്രാസ്. ജൈവ സിമൻറ്റിൻ്റെ പദാർത്ഥ മാതൃക, ജൈവ സിമൻറ്റിൻ്റെ പദാർത്ഥ മാതൃക നിർമ്മിച്ചതും ആരാണ്? IIT മദ്രാസ്. എന്താണ് ഈ ജൈവ സിമൻറ്റ്? ജൈവ സിമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ, അതായത് ഗ്രീൻ ടെക്നോളജി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പ്രകൃതിക്ക് ഗുണകരമായിട്ടുള്ള ആ ഒരു ഇത്, അതായത് നമുക്ക് പ്രകൃതിക്ക് ദോഷമില്ലാത്ത പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സിമൻറ്റിനെയാണ് ജൈവ സിമൻ്റ് എന്ന് പറയുന്നത്. അതായത് പൊല്യൂഷൻസ് ഉണ്ടാക്കില്ല. ഓക്കെ, അത് കുറച്ചുകൂടെ പ്രകൃതിയായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രീൻ എനർജി ആയിട്ട് അല്ലെങ്കിൽ ഗ്രീൻ ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് ജൈവ സിമൻറ്റ്. ആ ജൈവ സിമൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിർമ്മിച്ച് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ പദാർത്ഥ മാതൃകയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മിച്ചത് ആരാണ്? അത് IIT മദ്രാസാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പോളിസെൻട്രിക് കൃത്രിമ കാൽമുട്ട് നിർമ്മിച്ചത് ആരാണ്? അത് IIT മദ്രാസാണ്. വീണ്ടും IIT മദ്രാസിൻ്റെ മേൽനോട്ടത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് വേണ്ടി പൈ ബീം പുറത്തിറക്കിയ ഇരുചക്ര വാഹനം ഏതാണ്? അത് പീമോ. അതും ഏതുമായിട്ട് റിലേറ്റ് ചെയ്തത് തന്നെയാണ്? IIT മദ്രാസ്. ഇനി ഇന്ത്യ ഇസ്രായേൽ സെൻറ്റർ ഫോർ വാട്ടർ ടെക്നോളജി സ്ഥാപിക്കുന്നത് IIT മദ്രാസ് ആണ്. ജൈവ സിമൻറ്റിൻ്റെ പദാർത്ഥ മാതൃക നിർമ്മിച്ചത് ആരാണ്? അതും IIT മദ്രാസ് ആണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പായ സെൻറ്റർ ദി വർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? സെൻറ്റർ ടി വർക്ക്സ് നിലവിൽ വരുന്നത് ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പ്. ഓക്കെ, എന്താണ്? സെൻറ്റർ ടി വർക്ക്സ് നിലവിൽ വരുന്നത് ഹൈദരാബാദ്, IIT ഹൈദരാബാദാണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നതോ? അത് ബാംഗ്ലൂരിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത് ബാംഗ്ലൂരിലാണ്. ഓൺലൈൻ റമ്മി നിരോധന വിലക്ക് നീക്കിയ ഹൈക്കോടതി ഏതാണ്? മദ്രാസ് ഹൈക്കോടതി. ഓക്കെ, ഓൺലൈൻ റമ്മി നിരോധനം, നമുക്കറിയാം ഓൺലൈൻ റമ്മിയെ നിരോധിച്ചിരിക്കുമായിരുന്നു. ആ നിരോധന വിലക്ക് നീക്കിയ ഏത് ഹൈക്കോടതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദ്രാസ് ഹൈക്കോടതി. കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജലത്തെക്കുറിച്ചുള്ള 1ാം അഖിലേന്ത്യാ സമ്മേളന വേദി എവിടെയാണ്? ഭോപ്പാൽ. എന്താണ്? കേന്ദ്ര ജലശക്തി മന്ത്രാലയം നടത്തുന്ന ജലത്തെക്കുറിച്ചുള്ള 1ാമത്തെ അഖിലേന്ത്യാ സമ്മേളന വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭോപ്പാലാണ്. ഭോപ്പാൽ എവിടെയാണെന്ന് നമുക്കറിയാം അല്ലേ? എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇനി ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ വാട്ടർ വിഷൻ അറ്റ് 2047. അതായത് ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാട്ടർ റിസോഴ്സസ്, ക്ലീൻ ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്കിങ് വാട്ടറിൻ്റെ എമൗണ്ട് കുറയും. അതായത് മോർ സെലൈൻ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എന്ത് പറ്റും? വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ജലലഭ്യത കുറയുമ്പോഴത്തേക്കും അവിടെ ക്ഷാമവും അഭയാർത്ഥി പ്രവാഹങ്ങളും അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം കൂടാൻ തുടങ്ങും.
അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യണം, എല്ലാവർക്കും സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ കിട്ടണം അല്ലെങ്കിൽ ജലം ലഭ്യമാക്കണം എന്ന് പറഞ്ഞു. 2047 ആകുമ്പോഴത്തേക്കും ഈ കുടിക്കാൻ പറ്റുന്ന ജലം, കുടിക്കാൻ പറ്റുന്ന വെള്ളം കറക്റ്റായിട്ട് എല്ലാ മനുഷ്യർക്കും, അതുപോലെ തന്നെ നമുക്കറിയാം ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചൈനയൊക്കെ വെച്ച് ഇന്ത്യ ഒന്നാമതെത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു അല്ലേ? അപ്പോൾ ആ എല്ലാവർക്കും ഭക്ഷണം സെക്കൻഡറി ആണ്, ഏറ്റവും പ്രൈമറിലി വേണ്ടത് നമുക്ക് വായു, അടുത്തത് വെള്ളമാണ്. അപ്പോൾ വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും പറ്റിയുള്ള വിഷൻ ഓൾറെഡി ഇന്ത്യ ഒരു തയ്യാറാക്കുകയാണ്. അതിൻ്റെ 1ാം അഖിലേന്ത്യാ സമ്മേളനം, ജലശക്തി മന്ത്രാലയ ജലശക്തിയെക്കുറിച്ചുള്ള 1ാം അഖിലേന്ത്യാ സമ്മേളനം നടത്തിയത് എവിടെയാണ്? മധ്യപ്രദേശിലുള്ള ഭോപ്പാലിലാണ്. അതിൻ്റെ തീം എന്താണ്? വാട്ടർ വിഷൻ അറ്റ് 2047. എന്നാണിത് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ജനുവരി 5, 6 തീയതികളായിട്ടാണ്. എന്നാണ് നടന്നത്? 2023 ജനുവരി 5, 6. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പായ സെൻറ്റർ ടി വർക്ക്സ് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് പോസ്റ്റ് ഓഫീസ് ആണെങ്കിലോ 3D പ്രിൻറ്റഡ് പോസ്റ്റ് ഓഫീസ് ബാംഗ്ലൂരു. ഓൺലൈൻ റമ്മി നിരോധന വിലക്ക് നീക്കിയ ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദ്രാസ് ഹൈക്കോടതിയാണ്. ഓൺലൈൻ റമ്മിയുടെ നിരോധനം ഏർപ്പെടുത്തിയതല്ല, നിരോധനം നീക്കിയതാണ്. അടുത്തത് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ജലത്തെക്കുറിച്ചുള്ള 1ാം അഖിലേന്ത്യാ സമ്മേളന വേദി നടന്നത് എവിടെയാണ്? ഭോപ്പാലാണ്, മധ്യപ്രദേശ്. തീമോ വാട്ടർ വിഷൻ അറ്റ് 2047. അത് നടന്നത് 2023 ജനുവരി 5, 6 തീയതികളിലാണ്. അപ്പോൾ 109ാമത്തെ, നമുക്കറിയാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി, കേരളത്തിൽ നടക്കുന്ന ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി, ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നേരത്തെ നമ്മുടെ മനസ്സിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. കാരണം പരീക്ഷ അടുപ്പിച്ച് അത് പഠിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുമെന്ന് വെച്ചു. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് പോയിന്റ്സ് നമുക്ക് എക്സാം അടുപ്പിച്ച് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കില്ലേ? പക്ഷെ അങ്ങനെ മാറ്റി വെക്കരുത്. ആദ്യമേ പഠിച്ചിരുന്ന ആ സമയത്ത് നല്ല രീതിയിൽ, അല്ലെങ്കിൽ എക്സാം അടുക്കുന്ന ആ ഒരാഴ്ചയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഒരുവിധം കുട്ടികൾ അങ്ങനെ, ഒരു 80% കുട്ടികൾ അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ആ ഒരു കറണ്ട് അഫയേഴ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെയായിരുന്നു? ലവ്ലി സർവകലാശാല. എവിടെയാണ്? ലവ്ലി സർവകലാശാല. ലവ്ലി സർവകലാശാല എവിടെയാണ്? പഞ്ചാബിലാണ് ലവ്ലി സർവകലാശാല ഉള്ളത്. അതുപോലെ രാജ്യത്തെ ആദ്യ ഗോൾഡ് ATM കൗണ്ടർ എവിടെയാണ്? അഹമ്മദാബാദ്, ഗുജറാത്തിലെ ബീഗംപേട്ടിലാണ്. എവിടെയാണ്? ബീഗംപേട്ട്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? നമ്മൾക്കറിയാം, നമ്മൾ ATMൽ പോകുന്നത് എന്തിനാണ്? 24 hours ATMൽ പോകുമ്പോഴത്തേക്കും ATM കൗണ്ടറിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടും അല്ലേ? അതേപോലെ തന്നെ ഇവിടെ 24 hours എപ്പോൾ വേണമെങ്കിലും ക്യാഷ് കൊടുത്ത് അല്ലെങ്കിൽ ക്യാഷ് സബ്മിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഗോൾഡ് കൗണ്ടറിൽ നിന്ന് ഗോൾഡ് വാങ്ങാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഗോൾഡ് ATM കൗണ്ടർ എവിടെയാണ് വന്നിരിക്കുന്നത്? ബീഗംപേട്ട്, അഹമ്മദാബാദിലാണ്. ഇനി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിനാണ് വന്ദേ മെട്രോ. അത് കൽക്കത്ത സിംല റൂട്ടിലാണ് ഈ ഒരു ട്രെയിൻ വരാൻ പോകുന്നത്. ഞാൻ ഈ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ കാര്യം അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതൊരു ഗ്രീൻ ഫ്യൂവലാണ് അല്ലേ? ഹരിത എനർജി ആയിട്ട് കണക്കാക്കുന്നതാണ് ഹൈഡ്രജൻ. കാരണം എയർ പൊല്യൂഷനോ മറ്റ് പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാക്കാത്ത എനർജീസിനെയാണ് നമ്മൾ ഗ്രീൻ എനർജീസ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് എന്ത്? ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യ തദ്ദേശീയമായിട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ആ ടെക്നോളജി നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യ സ്വന്തമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലോ നമ്മുടെ രാജ്യത്തെ അത് ഒരുപാട് മുന്നോട്ട് നയിക്കും. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിനാണേത്? വന്ദേ മെട്രോ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വന്ദേ മെട്രോ. കൽക്കത്ത സിംല റൂട്ട്, ആ റൂട്ടും കൂടെ പഠിച്ചു വെച്ചോളാം. കൽക്കത്ത സിംല റൂട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി മണ്ഡലം, അല്ലെങ്കിൽ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പരിചിതമായിട്ടുള്ളൊരു പേരാണല്ലേ, ധർമ്മടം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. അപ്പോൾ അവിടെ എന്താണ്, ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൈബ്രറീസും ഒരുപാട് പേര് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തതും ഒക്കെ ആ ഒരു
കണക്കുകൾ കൂട്ടിയിട്ടാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി, അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ എണ്ണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് ലൈബ്രറീസിൻ്റെ എണ്ണം, അവിടെ ആൾക്കാർ അതിന് എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം നോക്കിയിട്ടാണ് ഇങ്ങനൊരു കാര്യം നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ്? അത് ധർമ്മടമാണ്. 2023 35ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെയാണ്? കുട്ടിക്കാനം, ഇടുക്കി. ഓക്കെ, ഇടുക്കിയിൽ എപ്പോഴും മഞ്ഞൊക്കെ ഉള്ള ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ കുട്ടിക്കാനം. ഓക്കെ, പോയിട്ടുള്ളവർ അറിയായിരിക്കും. 2023 35ാമത്തെ, ഞാൻ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ പറഞ്ഞു, അപ്പം നമ്മൾ കേരള ശാസ്ത്ര കോൺഗ്രസും പഠിക്കണ്ടേ? കുട്ടിക്കാനം ഇടുക്കിയിലാണ്. മറ്റേത് എവിടെയായിരുന്നു? പഞ്ചാബിലെ ലവ്ലി സർവകലാശാലയിലായിരുന്നു. പഞ്ചാബിലെ ലവ്ലി സർവകലാശാലയാണ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വേദി ആയിരുന്നത്. ഇവിടെ കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? അത് കുട്ടിക്കാനം, ഇടുക്കിയാണ്. ഇനി രാജ്യത്തെ ആദ്യത്തെ ഗോൾഡ് ATM കൗണ്ടർ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ബീഗംപേട്ട്, അഹമ്മദാബാദ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ ഏതാണ്? അത് വന്ദേ മെട്രോ കൽക്കത്ത സിംല റൂട്ടിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ്? അത് ധർമ്മടമാണ്. ധർമ്മടം. 2023 35ാം കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്ന വേദിയാണ് കുട്ടിക്കാനം, ഇടുക്കി. ഇനി 2024 എവിടെയാണ് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി നടക്കാൻ പോകുന്നത്? അത് കാസർഗോഡാണ്. 36ാമത്തെയാണ്. ഈ നമ്പർ ഓർത്ത് വെച്ചോളാം. 2024 36ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് ആണ് നടക്കാൻ പോകുന്നത്. അത് വേദി എവിടെയാണ്? കാസർഗോഡാണ്. കേരളത്തിൻ്റെ ഏറ്റവും നോർത്തേൺ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കാസർഗോഡ് വെച്ചാണ് ഇപ്പോഴത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത്. മുമ്പ് 2023 നടന്നത് എവിടെയാണ്? കുട്ടിക്കാനം, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡ്രോൺ പൈലറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിൻഷയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡ്രോൺ പൈലറ്റ് ആണ് റിൻഷ. ഓക്കെ, തീരദേശത്ത് നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ്. സ്ഥിരമായിട്ട് ഈ അടുത്ത് പത്രത്തിലൊക്കെ വന്നിരുന്നു അല്ലേ, കൊമേഴ്ഷ്യൽ പൈലറ്റിനെ പറ്റി, ജെനി ജെറോമിൻ്റെ ആ ഒരു ഫ്ലൈറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ വിദേശത്ത് നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റാണ് ജെനി ജെറോം. എക്സാം അടുത്തത് കൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ മാക്സിമം ക്ലാസ്സിൽ പറഞ്ഞു പോവും. ഓക്കെ, അല്ലാതെയുള്ള പത്രക്കട്ടിങ്ങുകളും ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളും, കാരണം നിങ്ങൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും 10th ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും പത്രങ്ങൾക്ക് അല്ലെങ്കിൽ പത്രത്തിലെ ന്യൂസുകൾക്ക് വരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ആ പത്രക്കട്ടിങ്ങുകളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഒന്ന് സോർട്ട് ചെയ്തിട്ടാണ് ഞാൻ കഴിയുന്നതെന്ന് തരാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആണവ നിലയങ്ങളുടെയും പ്രവർത്തനം അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? ജർമ്മനി. ഓക്കെ, രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആണവ നിലയങ്ങളുടെയും പ്രവർത്തനം അവസാനിപ്പിച്ച രാജ്യമാണേത്? ജർമ്മനി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. എന്താണ് ആണവ നിലയങ്ങൾ, എന്തിൻ്റെ പേരിലാണ് ഈ ആണവ നിലയങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത്? സമാധാനം വേണം, ഞങ്ങൾ പുതിയ അണുവായുധങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള ആ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ജർമ്മനി രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആണവ നിലയങ്ങളുടെയും പ്രവർത്തനം അവസാനിപ്പിച്ചത്. ഇനി ജർമ്മനിയിലുള്ള ഹിറ്റ്ലറിനെ പേടിച്ചിട്ടാണ് അല്ലേ നമ്മുടെ അണുവായുധങ്ങളൊക്കെ പെട്ടെന്ന് നിർമ്മിക്കുന്നതിന്, നാസി അറ്റാക്ക്, ഇങ്ങനെയുള്ള ജൂയിഷിനെ കൊല്ലുന്നതിന്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോബൽ പ്രൈസ് ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? ബ്രിട്ടൻ. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ AI ഉച്ചകോടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? അത് ബ്രിട്ടനാണ്. ഓക്കെ, 2024 36ാം കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെയാണ്? കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡ്രോൺ പൈലറ്റ് ആരാണ്? റിൻഷയാണ്. തീരപ്രദേശത്ത് നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാണ്? ജെനി ജെറോം. അടുത്തത്, രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആണവ നിലയങ്ങളുടെയും പ്രവർത്തനം അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? ജർമ്മനി. ലോകത്തിലെ ആദ്യത്തെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ബ്രിട്ടൻ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഇറാൻ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസി. 63 വയസ്സുകാരനായിട്ടുള്ള ഇബ്രാഹിം റൈസി ഇറാൻ പ്രസിഡന്റ്, ഇലക്റ്റഡ് പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇലക്റ്റഡ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ നമ്മുടെ ബിപിൻ റാവത്തിനും മുമ്പ് നമ്മുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫായിരുന്ന, ആദ്യത്തെ ചീഫ് ഡിഫൻസ് സ്റ്റാഫായിരുന്ന ബിപിൻ റാവത്ത് എങ്ങനെയാണ്? ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിക്കുന്നത് അല്ലേ? അതുപോലെ ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്?
ഇദ്ദേഹം അതായത് നമുക്കറിയാം ആയത്തുള്ള ഖൊമാനി എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ സുപ്രീം ലീഡറുണ്ട്. ഓക്കെ, അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് സുപ്രീം ലീഡറായിട്ട് മാറും എന്ന് കരുതിയിരുന്ന ആളാണ് ആര്? നമ്മുടെ ഇബ്രാഹിം റെയ്സി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളെ ഇറാൻ്റെ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയാണ് ഇദ്ദേഹത്തിന് ഈ അപകടം ഉണ്ടായത്. എവിടെയാണ്? ഇറാൻ്റെ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തു. മെയ് 19 ഇത് നടക്കുന്നത്. ഓക്കെ, 2024 മെയ് 19 ഇത് നടന്നത്. ഇറാൻ്റെ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയാണ് അപകടം ഉണ്ടായത്. അദ്ദേഹം പ്രസിഡന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രസിഡന്റ് ആണെങ്കിലും ആയത്തുള്ള ഖൊമാനി എന്ന് പറഞ്ഞുള്ള ഇപ്പോഴുള്ള സുപ്രീം ലീഡറിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് കൽപ്പിച്ചിരുന്ന ആളായിരുന്നു ആര്? ഇബ്രാഹിം റെയ്സി. അപ്പോൾ എന്ത് പറ്റി? ഇദ്ദേഹത്തിൻ്റെ മെയിൻ കണ്ടന്ററായിരുന്നു ഈ ആയത്തുള്ള ഖൊമാനിയുടെ മകനായിരുന്ന മോജ്താർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അതായത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള സുപ്രീം ലീഡറാണ്, ഇറാൻ്റെ സുപ്രീം ലീഡറായുള്ള ആയത്തുള്ള ഖൊമാനി. അദ്ദേഹത്തിൻ്റെ മകനാണ് ആര്? മോജ്താറിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു ആര്? ഇബ്രാഹിം റെയ്സി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ മോജ്താറിന് ഇപ്പോൾ എന്താണ്? ഇപ്പോൾ എതിരാളികൾ ഇല്ലാതായി മാറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് കോൺസ്പിറസി തിയറി ഒന്നും വന്നിട്ടില്ല. കാരണം അത്യാവശ്യം ക്രൂരനായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ഇദ്ദേഹം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓക്കെ, ആരാണ്? ഇബ്രാഹിം റെയ്സി. കാരണം വളരെ എന്താ പറയുക, കൺസർവേറ്റീവായിട്ടുള്ള ചിന്താഗതിയും ഒരുപാട് രാജ്യത്ത് പല കാര്യങ്ങളിലും അനീതികളിലും ഒക്കെ നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ ഒരുപാട് എതിർപ്പ് നേരിട്ടുള്ള ഒരാളും കൂടിയാണ്. സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ ഒരുപാട് എതിർപ്പ് നേരിട്ടിട്ടുള്ള ഒരാളാണ് ഇബ്രാഹിം റെയ്സി. എങ്കിലും അദ്ദേഹം ഇലക്റ്റഡ് ആയിട്ട് പ്രസിഡന്റ് ആയ ആളാണ്. സുപ്രീം ലീഡറായിട്ട് പിന്നീട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആയത്തുള്ള ഖൊമാനിയെ റീപ്ലേസ് ചെയ്യാൻ ഒരുപാട് ചാൻസ് കൽപ്പിച്ചിരുന്ന ആളും കൂടെ ആയിരുന്നു ആര്? ഇബ്രാഹിം റെയ്സി. അപ്പോൾ ഇബ്രാഹിം റെയ്സിയുടെ മരണത്തോടെ അടുത്ത സുപ്രീം ലീഡർ ആവാനുള്ള ഏറ്റവും ചാൻസ് ആരാണ്? ആയത്തുള്ള ഖൊമാനിയുടെ ഇപ്പോഴത്തെ സുപ്രീം ലീഡർ. അദ്ദേഹം 80 വയസ്സുകാരനാണ്. ഇപ്പോൾ ഉള്ള സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള ഖൊമാനി. അദ്ദേഹത്തിൻ്റെ മകനായ മോജ്താറിനാണ് ഇനി കൂടുതൽ ചാൻസ്. ഇപ്പം ഇറാൻ്റെ അസർബൈജാൻ അതിർത്തിയിലെ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയാണ് ഈ അപകടം ഉണ്ടായത്. ഇനി ഇബ്രാഹിം റെയ്സിക്കൊപ്പം അവിടുത്തെ തന്നെ വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുള്ളാബിയാണ് മരിച്ചത്. ഓക്കെ, അദ്ദേഹത്തിനൊപ്പം ഒരാളും കൂടെ മരിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുള്ളാബി. ഓക്കെ, 7 പേര്. ഓക്കെ, ഇവർ രണ്ടുപേരും കൂടാതെ മറ്റ് 7 പേരും കൂടെ അപകടത്തിൽ മരിക്കുകയുണ്ടായി. 2021 നമുക്കറിയാം, മറ്റേ കോവിഡ് ഭയങ്കരമായിട്ട് കൂടി നിന്നിരുന്ന സമയത്തായിരുന്നു അദ്ദേഹം ഏകദേശം 62% വോട്ട് നേടിയാണ് ആ സമയത്ത് റെയ്സി വിജയിച്ചത്. അതായത് കോവിഡിനെ ശക്തമായി പ്രതിരോധിക്കും എന്നുള്ള ആ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ജയിച്ചത്. എത്ര ശതമാനം? 62. വളരെ ഹ്യൂജ് മാർജിനിൽ ജയിച്ച ഒരാളും കൂടിയാണ് ആര്? ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റെയ്സി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ബൈ.